കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം. പന്നിയങ്കര സ്റ്റേഷനിലെ ASI ബാബുവിന് പരിക്കേറ്റിരിക്കുന്നു. പ്രതി പയ്യനാക്കിൽ സ്വദേശി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, എന്താണ് സംഭവിച്ചത്? പോലീസിന് നേരെ ആക്രമണമൊക്കെ ഉണ്ടായ ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? എപ്പോഴായിരുന്നു സംഭവിക്കുക? പക്ഷേ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പ്രതിയായ അർജാസ് റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് പന്നിയങ്കര സ്റ്റേഷനിൽ തന്നെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ഇന്ന് ഉച്ചയ്ക്ക് പന്നിയങ്കര സ്റ്റേഷനിലെ സുമേഷ് എന്ന ഉദ്യോഗസ്ഥനെ ഇയാൾ കയ്യേറ്റം ചെയ്യുകയായിരുന്നു അർജാസ്. അതായത് നേരത്തെ ഉള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻപ് സമൻസ് നൽകിയിരുന്നു. അതിൽ ഉള്ള ഒരു വിരോധം കൊണ്ട് സുമേഷ് എന്ന ഉദ്യോഗസ്ഥനെ ഉച്ചയോടുകൂടി കയ്യേറ്റം ചെയ്തു. ഈ കേസിലാണ്, ഈ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസില് അർജാസിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് ബാക്കി പോലീസുകാർ എത്തിയത്. കണ്ണഞ്ചേരിയിൽ വെച്ചാണ് ഇയാൾ പിടികൂടാൻ ശ്രമിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടതോടുകൂടി അർജാസ് അവിടെ നിന്ന് ഓടുകയായിരുന്നു. പിന്നാലെ പോലീസുകാരും പോയി. തൊട്ടടുത്തൊരു ഇറച്ചിക്കടയുണ്ട്, അവിടെ ഈ കത്തിയുടെ മൂർച്ച കൂട്ടുന്ന അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന അരം പോലെയുള്ള സാധനം അതെടുത്തുകൊണ്ട് ഈ ASI ബാബുവിന്റെ തലയിൽ ആക്രമിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് പരിക്കുണ്ട്. പിന്നീട് SHO അടക്കം ബാക്കി ഉദ്യോഗസ്ഥർ ബലപ്രയോഗത്തിലൂടെയാണ് അർജാസിനെ കീഴ്പ്പെടുത്തിയത്. പിടികൂടിയിട്ടുണ്ട്. എന്നാലും ഈ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ബാക്കി പോലീസുകാർ SHOക്കും നിസ്സാരമായി പരിക്ക് സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ റൌഡി ലിസ്റ്റിൽപ്പെട്ട അർജാസാണ്, പയ്യാനക്കൽ സ്വദേശിയാണ്. ഇയാളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി. ഇപ്പോൾ ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷയ.